പണ്ടൊക്കെ പറയാറുണ്ട് മഹാപുരോഹിതൻ്റെ ശരീരത്തിൽ ഒരു ചങ്ങല, ആ ചങ്ങല ഇങ്ങനെ ബന്ധിച്ച് വെച്ച് അതിൻ്റെ അറ്റം അങ്ങ് പ്രാകാരത്തിലുണ്ടല്ലോ. ചങ്ങലയല്ല, പിന്നെ പറഞ്ഞു കയറായിരുന്നെന്ന്. കയറ് കെട്ടിയിട്ടിരിക്കുക, കയറിൻ്റെ അറ്റം അങ്ങ് പ്രാകാരത്തിൽ കമ്മിറ്റി, സെക്രട്ടറി, ഖജാൻജി, ട്രഷറർ, കൗൺസിലെല്ലാം വള്ളിയെ പിടിച്ച് നിൽക്കുക. കാരണം അടി നിന്നാൽ അന്നേരം അമ്മമാർ വലിക്കും. വെളിയിൽ കാരണം അകത്തോട്ട് കയറാനും ഒക്കത്തില്ല. കാരണം കമ്മിറ്റി വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്തെല്ലാം കുതന്ത്രം ഉണ്ടാക്കി വെച്ചാൽ, അപ്പോൾ കുതന്ത്രം ഉണ്ടാക്കുന്നതിന് അകത്തോട്ട് കയറാനൊക്കത്തില്ല, അവൻ ചത്ത് വീഴും. മഹാപുരോഹിതനും വിശുദ്ധിയോടെ കയറണം അകത്ത് കയറാൻ. അകത്ത് കയറി വിശുദ്ധി ഇല്ലെങ്കിൽ ഇയാൾ താഴെ വീഴും. താഴെ വീണാൽ കമ്മിറ്റിക്ക് കയറി എടുക്കാനും ഒക്കത്തില്ല. അതിനായി ചരട്. അപ്പം പുള്ളിയുടെ ശരീരത്തിൽ ഒരു ചരടിൻ്റെ ഒരറ്റം ബന്ധിച്ച് ചരിത്രമാണ്, പാരമ്പര്യമാണ്. ആ ചരടിൻ്റെ അറ്റം അങ്ങ് പ്രാകാരത്തിലിട്ടുണ്ട്. അപ്പം മിടുക്കന്മാരല്ല ഇതിൻ്റെ അറ്റത്ത് പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവന്മാരിങ്ങനെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ നോക്കുമ്പോൾ അവിടെ അടി നടക്കുന്നതുകൊണ്ട് വലിക്കുകയല്ല. ബേബി വലിക്കരുത്, ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറയാം. വലിക്കരുത് ശബ്ദം. അപ്പം തങ്കച്ചൻ പറയും എനിക്ക് കേൾവി അല്പം കുറവ്, നീ കേട്ടോ, ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അടി നിന്ന് അന്നേരം ഇവന്മാർ വലിക്കും. ഇവന്മാർ നേരത്തെ ഇരുന്ന് ഒത്തിരി പാസ്റ്റർമാരെ വലിച്ചലക്കിയവന്മാരാ, വലിച്ച് പൊത്തവും നിലക്കി അവന്മാർ കല്ലടയാറ്റി താത്തവന്മാരാ. അപ്പോൾ അതുകൊണ്ട് വരുന്ന പാസ്റ്റർമാർ അനങ്ങാതിരുന്ന ബേബി തന്നെ വലിച്ചലക്കും. അതാ ദൈവത്തെ സ്തുതിച്ച് നിന്നോണം. അപ്പം മഹാപുരോഹിതൻ അകത്ത് കയറുമ്പോൾ അനങ്ങാതിരിക്കത്തില്ല. അകത്ത് കയറുമ്പോൾ പുരോഹിതൻ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചാൽ നിൽക്കുന്നത്. തേജസ് ഇറങ്ങുകല്ലേ 2 കെറൂബുകൾ, ആ 2.5 മുഴം നീളം, 1.5 മുഴം വീതിക്ക് പെട്ടകത്തിൻ്റെ മുകളിൽ പൊന്നുകൊണ്ട് വക്കും വരിപ്പും. അതിന് 2 അറ്റത്ത് 2 കെറൂബുകൾ മുഖത്തോട് മുഖം ചേർത്ത്, കെറൂബിൻ്റെ നടുവിലായിട്ട് പലക, ചാർത്തിക്കിട്ട പലക. ഈ പലകയുടെ മീതെ ഷെക്കേനാമെന്നിറങ്ങും. അപ്പോൾ ഷെക്കേന ഇറങ്ങുക, 2 കെറൂബുകൾ മുഖത്തോട് മുഖം ചേർത്ത്, ആ 4 വക്കും വരിപ്പും. ആ തേജസ് ഇറങ്ങുമ്പോൾ മഹാപുരോഹിതൻ മൗനമായിട്ട് നിൽക്കത്തില്ല, ദൈവത്തെ സ്തുതിച്ചാൽ നിൽക്കുന്നത്. കർത്താവേ നീ പരിശുദ്ധൻ, നിനക്ക് മകത്ത്. ഇങ്ങനെ മഹാപുരോഹിതൻ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ അടി ഇങ്ങനെ അടക്കുക. മാതളപ്പഴവും മണിയും കൂട്ട അടിയാ. അപ്പം കിണിങ്കണിങ്കണിങ്കണിങ്കണിങ്കണെന്ന് ശബ്ദം. അപ്പം പ്രാകാരത്ത് നിൽക്കുന്ന കമ്മിറ്റിയും കൗൺസിലും പറയും വലിക്കരുത്, അടി നടക്കുക എന്ന് പറയും. ശബ്ദം കേൾപ്പിച്ചില്ലെങ്കിൽ ചത്തുപോവും. അപ്പം മരിക്കാതിരിക്കാൻ ചെയ്യേണ്ട 3ാമത്തെ കാര്യം ശബ്ദം കേൾക്കണം. എന്തുവാ ഈ ശബ്ദം? ഈ മാതളപ്പഴം മണി അതൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ടതാ. അത് വരങ്ങളും ഫലങ്ങളുമാണ്. പുതിയ നിയമ വ്യാഖ്യാനം. വരമേതാ ഫലമേതാ? ഫലം നമുക്കറിയാം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആത്മാവിൻ്റെ വരമോ ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, പ്രവചനം. അങ്ങനല്ലയോ വായിച്ചേ പുതിയ നിയമത്തിൽ വരുമ്പോൾ